തേരിറങ്ങി മുകിലേ തൂവലൊന്നു തരും. സോറി. ആ നമ്മളെ രണസുനയുടെ ഒരു കിടില സംഭവം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് കാലങ്ങളായി കാണിക്കാൻ കഷ്ടപ്പെട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ കാണിക്കാൻ ഭയങ്കര എളുപ്പമായി കൊണ്ടിരിക്കുന്നു. കാരണം കാണിക്കുന്നതിന് നല്ല തെറി കേൾക്കുന്നു, കാണുന്നവരും കാണികളും ഒക്കെ നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കൊടുക്കുന്നു, തെറി വിളിക്കുന്നു, കമന്റ് കിട്ടുന്നു, അതിന്റെ ഭാഗമായി ക്യായ് കിട്ടുന്നു, ക്യാഷ്. എല്ലാവരുടെയും മുന്നിൽ എന്നും കൈനീട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ലക്ഷ്മി നക്ഷത്രം ഇപ്പോഴും സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു അത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കാണിക്കാൻ കഷ്ടപ്പാടൊന്നുമില്ല, ഇപ്പോ വളരെ എളുപ്പമല്ലേ? കം ഓൺ ബോയ്സ്, നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. വലിച്ചങ്ങ് ഇട്. ഇത്ര കഷ്ടപ്പെടുന്ന എന്തിന്? കാണിക്കാൻ ഇത്ര കഷ്ടപ്പാടില്ല. കാണിച്ചത് ഞാൻ കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല എന്ന് കാണിച്ചു കൂട്ടാനാണ് കഷ്ടപ്പാട് മൊത്തം, കേട്ടോ. എന്താല്ലേ കൊള്ള, എന്തായാലും പിടിച്ചു നിൽക്കണ്ടേ? ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് പണിയാ. കുറച്ചുകൂടി കഴിഞ്ഞ മെമ്പർഷിപ്പിലേക്കും കൂടി കടന്നു കഴിഞ്ഞാൽ സെറ്റ്. നെക്സ്റ്റ് എന്താടാ എന്താടാ? ഞാൻ പെട്ടെന്ന് വിചാരിച്ച ആ പരസ്യാണെന്നുള്ള ഇവിടെ തേക്കണ സാധനത്തിന്റെ പരസ്യാന്ന് വിചാരിച്ചേ. സംഭവം അതല്ല. ഓ, റീൽ എടുത്തതാണല്ലേ? പൊളി. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ മതി, മുഴുവൻ കാണിക്കണം എന്നല്ലേ. ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ മതി. ഉള്ളു വേസ്റ്റാ. തൊള്ളി വെച്ചാൽ എന്താ സംഭവം? 28 ഉണ്ട്. കുറച്ചുകൂടി തൊള്ളി വെച്ചാ 30 ആവും. തൊള്ളി വെച്ചാ പാര വെച്ചാല് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തൊള്ളി വെച്ചാൽ എന്ത് പണ്ടാരാണ് എന്ന് പറഞ്ഞു നോട്ടെ. തൊള്ളി എന്റെ ഭാഷയാണ്. ഞങ്ങളുടെ കോട്ടയക്കാർ തൊള്ളി എന്ന് പറയും. തൊള്ളി മീൻസ് കൂടുതല്. തൊള്ളി എന്ന് പറഞ്ഞാൽ കൂടുതലാണല്ലേ? ഓക്കെ, നോട്ട് ദി പോയിന്റ്. തൊള്ളി എന്ന് പറഞ്ഞാൽ കൂടുതല്. പക്ഷെ അതിനെന്തിനാടാ ഈ പാവ കിടന്ന് കുടുങ്ങണമല്ല കുടുങ്ങണം ചെല്ലുന്നേ? നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഡോൾസ് പണ്ട് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എന്റെ മമ്മിജി. ഒരുപാട് കരഞ്ഞിട്ടാണെങ്കിലും മമ്മിജി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഡോൾസ്. കാണുമ്പോൾ ഒരു ഡോൾ ലുക്ക് ഉണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട്. തൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. തൊള്ളി 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 വണ്ണം തൊള്ളി. ഓക്കെ, അപ്പൊ പുതിയൊരു സാധനമാണ് തുള്ളി. ഒരു തുള്ളി കിട്ടാനില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ ഡേ ആണടേ, ഒരു തുള്ളി കിട്ടാനില്ലടേ എന്നൊക്കെ പറഞ്ഞതുപോലെ തുള്ളി എന്ന് പറഞ്ഞാൽ വണ്ണല്ല, കുറച്ചും കൂടെ എന്നല്ലേ? ഓക്കെ, അപ്പൊ കോട്ടയക്കാരെ കളിയാക്കിയതല്ല കേട്ടാ. ഞങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ നോട്ട് ചെയ്യാണ്. ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ് നോട്ട് ചെയ്യുമ്പോൾ അതവിടെ കിടക്കും. അതുകൊണ്ടാണ്, വേറെ വിചാരിക്കല്ലേ. ശാലിനി ഒന്ന് മാറി നിൽക്കും. എന്നിട്ട് പൊന്നെ എന്തൊരു ആക്ടിങ് ആടാ. എടാ, മുഖം കൊണ്ട് അഭിനയിക്കുന്ന കാണത്തില്ലേ? മുഖാഭിനയം. ഓ, അടിപൊളി. എന്നതാടാ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതിൽ വല്ലാണ്ട് കഷ്ടപ്പെട്ടൊന്നുമില്ല കാണിക്കാൻ. ചെറുതായിട്ടൊന്ന് കണ്ടു. അത് നിങ്ങൾ വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് വെറുതെ കാണിച്ചതല്ല, കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല. പക്ഷെ കാണിക്കാൻ വേണ്ടി കാണിച്ചതെന്ന് കാണണ്ടേ? ഇനി ഞാനത്തെ വീഡിയോ കാണാം. എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പിടാൻ പോയിട്ടില്ല. എന്നല്ല കഷ്ടപ്പെട്ടിട്ട് സീറ്റ് ബെൽറ്റ് ഒഴിവാക്കാനും കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ. സീറ്റ് ബെൽറ്റ് പവർ ഉണ്ടെന്ന് കാണിച്ചതാണ്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കല്ലേ. കാണിക്കാനൊന്നും വേണ്ടി ചെയ്തതല്ലേ കേട്ടോ. സീറ്റ് ബെൽറ്റിന്റെ പരസ്യമായിരുന്നു. പിന്നെ 2 3 ഞാൻ അങ്ങനെ തന്നെയാണ്. 2 പോകുമ്പോ 1 3 2 4 ഒക്കെ പോക്കുണ്ട്. തലേദിവസം നല്ല പരിപ്പ് കറിയൊക്കെ കൂട്ടിയതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളർഫുൾ സൗണ്ട് എഫക്റ്റും കൂടി പോവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്റെ പൊന്നുമക്കളെ, രണസുനയോട് ഇഷ്ടം കൂടിയിട്ട് ആരാധന മൂത്തിട്ടൊരു മനുഷ്യൻ അവർക്കൊരു ചിത്രം വരച്ചു കൊടുത്തു. സഹിക്കില്ല മക്കളെ, സഹിക്കില്ല. എന്നാ ഒരു ക്രിയേറ്റിവിറ്റിയാണെന്നറിയോ? എന്തൊരു പെർഫെക്ഷൻ ആ. റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇത് ചേട്ടൻ എനിക്ക് സമ്മാനിച്ച ഒരു സമ്മാനമാണ്. അടിപൊളിയല്ലേ? ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും എന്താ മനസ്സിലായ ഫോട്ടോ രേണുവിന്? എനിക്കെന്താ മനസ്സിലായ വെച്ചാല്, രേണുസുതിക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവരെ അത്രക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധക വരച്ചതുപോലെ തോന്നുന്നുണ്ട്. അവരുടെ സങ്കല്പത്തിലെ രേണുസുതി എന്ത് ഭംഗിയാ ഫോട്ടോയിൽ കാണാനല്ലേ.
ഞാനത് മനസ്സിലാക്കിയത്. ആരാധന മൂത്തിട്ട് ഇത്ര പെർഫെക്ഷനോട് കൂടിയൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇനി രേണുസുതിക്ക് എന്താ തോന്നിയെന്നും കൂടി ഒന്ന് കേട്ടോക്കാം. രേണു മനസ്സിലായത് പറയാം. വേദനകൾക്കിടയിലും അല്ലെങ്കിൽ നെഗറ്റീവ് വാരി എറിയുന്നവർക്കിടയിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുസുതി. ചിത്രം വരച്ച ആള് ഇപ്പോ എന്താ ഓസ്കാർ കിട്ടിയതിന് തുല്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുള്ളിച്ചാടുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓസ്കാർ അല്ല, അതിന്റെ അപ്പുറത്തേക്ക് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അതും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ അത്രക്ക് സന്തോഷമായിട്ടുണ്ടാവും. ട്രോളിയതാണെന്ന് പോലും മനസ്സിലാക്കാതെ ആ ചിത്രം കാണുമ്പോൾ അതാത്ര തോന്നുന്നു. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഇനി കാണിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ലാത്ത രണസുന. ചന്ദനജാലകം തുറന്നു നീ കുന്തകാചാരകം വിടർന്നോ, നാണത്തിനെ തിരി കരുതൂരി. അതാണാ നാട്ടുമാവൻ കൊമ്പ്. സുധിച്ചേട്ടന്റെ അടുത്ത് പോയിട്ടൊരു ഇരുത്തം, ഇട്ടൊരു നോട്ടം. എന്താടാ ഇവരിങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ദാരികനും കാളി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഞങ്ങളുടെ ഒക്കെ ഉത്സവത്തിനെ കൊണ്ടുവരുന്നതാണ്. ചില നാട്ടിൽ ഉത്സവം, ചില നാട്ടിൽ കാവടിയാണ്, പലതും പറയും, പൂരം എന്നൊക്കെ പറയും. അങ്ങനെ ദാരികനും കാളിയും കെട്ടിയൊരു ആക്ഷനൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ രൂപ അതാന്നെല്ലാം പറയുന്നത്. ആക്ഷൻ ആണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല. എന്തായാലും ചന്ദനജാലകം. അയ്യോ കണ്ടോ? ഔ എന്താല്ലേ, ഇവർക്ക് ഇത് കാണിക്കാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയൊക്കെ നേരാക്കിയിട്ട് ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യും. വീഡിയോന്റെ ഇടയിലെ കാണുന്ന പോലെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് കാണുന്ന ആളുകൾക്ക് അറിയാലോ. ഇനി കാണിക്കാൻ പോകുന്ന ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം. എന്റെ പൊന്നെ, ഇത് ആ ബംഗാളികൾ പോലും നെഞ്ചിലേറ്റുന്ന വീഡിയോ ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ അവര് ദേശീയഗാനം പോലെ എടുത്തിട്ടെന്ന് പറഞ്ഞു ബംഗാളികൾ ഇട്ടു. ബംഗാളികളാണ്, ഇന്ത്യക്കാരല്ലട്ടാ. ബംഗാളീസ് അടക്കം എടുത്തു കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ലുക്കും ആ പാട്ടും ആ ഒരു ആക്ഷനൊക്കെ, പിന്നെ മേക്കപ്പ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയോ ചേട്ടാ എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. വളരെ സൗമ്യമായ രീതിയിൽ തന്നെയാണ് ഒരു മേക്കപ്പ് ഇട്ടിട്ടുള്ളത്. എന്നാ ഒരു ലുക്കാണല്ലേ. ഈ രേണുസുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകലകലാ വല്ലഭിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ. പാട്ടുപാടും, നൃത്തം വെക്കും, നല്ല അഭിനയിക്കും. അങ്ങനെ കുറെ കഴിവുണ്ട്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിലും സിനിമയിലും എത്തിയിട്ടില്ല, ഭാവിയിൽ എത്തും. അങ്ങനത്തെ സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ കാണണോ കാണണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സകലകലാ വല്ലഭിയുടെ അടുത്ത ഐറ്റം. പൊന്നെ സംഗതി വന്ന വരവ് കണ്ട. ഇങ്ങനെ ഏതോ മൈനെ ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കല്യാണ വീട്ടിൽ പാടിയല്ലേ, ദമ്പതികളടക്കം ഉറങ്ങിയില്ല എന്നാ കേട്ട ഈ പാട്ടും കേട്ടിട്ട്. കുട്ടികളൊക്കെ ഞെട്ടി ഉണർന്നൊന്നും പോലും കേട്ടു എന്നുള്ളതാണ്. ആ ഒരു മൈന പോലും ഉറങ്ങിയില്ല എന്ന വാക്ക് കേൾക്കുമ്പോ. എന്തായാലും കൊള്ളാം, ബാക്കിയും കൂടിയും കേൾക്കാം. അവര് ഓർക്കസ്ട്ര ഒക്കെ ഓഫാക്കി പോയിട്ടാ കാണുക. ഇങ്ങനെ അമ്മാതിരി പാട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് അടിച്ച് വിടല്ലേ. തൊട്ടടുത്തിരുന്നപ്പോ എങ്ങനെ കാണൂല. എന്തായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഓരോരോ പരിപാടിക്കൊക്കെ വിളിക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ. നല്ല കഴിവുള്ള ആളുകളെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനിയും കല്യാണ പരിപാടികളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾ അതൊന്നും കാണരുത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ കോമാളിത്തരം കാണിക്കാനും പ്രഹസനം കാണിക്കാനും അവസരം കൊടുക്കണം കേട്ടോ. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഹോയ് കണ്ടില്ലേ. നിങ്ങൾ കണ്ടെങ്കിൽ അഭിപ്രായം പറയും. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.